നമസ്കാരം. അപ്പോൾ നമുക്ക് ഒരു പുതിയ വീട് നമുക്ക് സെയിലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമുക്ക് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇത് നമുക്ക് കാണുന്ന പോലെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നല്ല മനോഹരമായൊരു സിംഗിൾ സ്റ്റോർഡ് ബിൽഡിംഗ് ആണ്. അപ്പം വില കുറച്ച് വീടുകളൊക്കെ മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീടാണ്. ഈ കാണുന്ന ഒരു സൈലൻറ്റ് ഏരിയയിൽ തന്നെയാണ് ഈ വീട് വന്നിരിക്കുന്നത്. കാണുന്ന പോലെ തന്നെ ഫ്രണ്ടെല്ലാം നമുക്ക് ടാറിട്ട ഫ്രണ്ടേജാണ് വരുന്നത്. വീട് കാണുന്നത് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള എലിവേഷനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫ്രെയിമും അതുപോലെ തന്നെ മുകളിൽ സ്ട്രിപ്സും കാര്യങ്ങളും നൽകിക്കൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റ് ചാനലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഓടിൻ്റെ കാര്യങ്ങൾ കുറച്ച് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വീട് വരുന്നത്. കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് വരുന്നത് വട്ടിയൂർക്കാവിന് സമീപം പുളിയറക്കോണത്തിനടുത്തായിട്ടാണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ മാത്രം മാറിയാണ് വീടിൻ്റെ ലൊക്കേഷൻ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഈ വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ലോൺ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ടാറിട്ട ഫ്രണ്ടേജാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലോറി സൈറ്റാണ്. അടുത്തുള്ള വീടുകളൊക്കെ പണി ചെയ്ത് ഇങ്ങനെ വരുന്നുള്ള ഒരു ഏരിയയാണ്, റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. ഈ കാണുന്നത് പോലെ തന്നെ ഒരു സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഫോൾഡിങ് ഗേറ്റും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഒരു കാർ വരെ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടേജിൽ നൽകിയിട്ടുണ്ട്. ഫ്രണ്ടേജ് എല്ലാം തന്നെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രണ്ടേജാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് നമുക്ക് വന്നിരിക്കുന്നത് 10x6 സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്തു വരുന്ന ഒരു മനോഹരമായ ഒരു ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഫ്രണ്ടേജിൽ തന്നിട്ടുള്ളത്. 10x6 ഡയമെൻഷൻ വരുന്ന സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ചാനൽ യൂസ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമുക്ക് വീടിന് നൽകിയിട്ടുള്ള ഡോറ് മുഴുവനും നമുക്ക് പ്ലാവിൻ തടിയിലാണ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈനായിട്ട് വരുന്ന ഒരു ഡോറാണ് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നൽകിയിട്ടുള്ളത്. നമുക്ക് 2 പാളികളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ്. സിറ്റൗട്ടിൽ നിന്ന് നേരെ നമുക്ക് വീടിനകത്തോട്ട് നമുക്ക് കിടക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വരുന്ന ലിവിങ് ഏരിയ. അപ്പോൾ ലിവിങ് ഏരിയയെല്ലാം നമുക്ക് നല്ല മനോഹരമായ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ടൈൽസും കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ലിവിങ് ഏരിയ എല്ലാം ചെയ്തിരിക്കുന്നത്. 16x14 നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ ഡയമെൻഷൻ വരുന്നത്. നല്ല അട്രാക്റ്റീവുള്ള ഒരു TV യൂണിറ്റ് വിത്ത് പാർട്ടീഷൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ചാനൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡെക്കറേഷന് നമുക്ക് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് അടുത്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും TV യൂണിറ്റ് താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസിന് നൽകിക്കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് നമുക്ക് പാർട്ടീഷനോട് ചേർന്ന് വരുന്നതായിട്ടുള്ള തന്നെ ഒരു TV യൂണിറ്റിൽ തന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും TVയുടെ അവർ വയ്ക്കുന്ന സംഭവം, TV ബൗണ്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ നമുക്ക് റൊട്ടേഷൻ വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഒരു സമയത്ത് തന്നെ നമുക്ക് TV അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇപ്പോൾ ഡൈനിങ് ഇരിക്കുന്ന സമയത്തായാലും ഡൈനിങ്ങിൽ ഫുഡ് കഴിക്കുന്ന സമയത്തായാലും TV നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡൈനിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് TV വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം ഈ റൊട്ടേഷൻ നമുക്ക് ഇവിടെ ഈ ഒരു പാർട്ടീഷനിൽ കൂടെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയയിൽ നിന്നൊരു പാർട്ടീഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗം നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത് ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. 16x10 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഈ ഒരു ഭാഗത്തും നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയർ എല്ലാം നല്ല ഗംഭീരമായിട്ടാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇൻവെർട്ടറും കാര്യങ്ങൾ വയ്ക്കാനുള്ള സ്പേസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഔട്ടും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയ്ക്കായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ ഈ ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ളൊരു വാഷ് കൗണ്ടർ ഏരിയ തന്നെയാണ്. ജാഗ്വറിൻ്റെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് ഒരു ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെയായിട്ട് തന്നെ നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് നല്ല മനോഹരമായ ഡിസൈൻ. ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് വാൾ പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. ഒരു ഓപ്പൺ മോഡൽ കിച്ചൺ തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് കിച്ചണിലോട്ട് വരുന്ന ഒരു എൻട്രൻസ് നമുക്ക് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു ഭാഗത്ത് വാൾ പാനലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എൻട്രൻസിലായിട്ട്. ഇപ്പോൾ ടേബിൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് എൻട്രൻസ് നമുക്ക് ചെയ്തിട്ടുള്ളത്. 10x8 കിച്ചണിൻ്റെ ഡയമെൻഷൻ. കിച്ചണിൽ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ നല്ല പ്രീമിയം വർക്കിലുള്ള ടൈലും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല മോഡുലാർ രീതിയിൽ തന്നെയാണ് കിച്ചണെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടൊക്കെ തന്നെ കിച്ചണിൻ്റെ ഈ ഒരു ഭാഗം എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്ത് തീർത്തിട്ടുണ്ട്. നല്ല പ്രീമിയം രീതിയിലുള്ള വർക്ക് തന്നെയാണ് ഇവിടെ ക്യാബിനറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസിനായിട്ട് തന്നെ മുകളിലും താഴെയുമായിട്ട് ഒരുപാട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മോഡുലാർ രീതിയിൽ തന്നെയാണ് കിച്ചണെല്ലാം പണി ചെയ്ത് വന്നിട്ടുള്ളത്. ബേസിലായിട്ട് തന്നെ ഒരു പ്രൊഫൈൽ ചാനൽ ലൈറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടെ ചേർന്ന് നമുക്ക് കിച്ചണിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു വർക്ക് ഏരിയ വന്നിട്ടുള്ളത്. ഈ വർക്ക് ഏരിയ നമുക്ക് 8x6 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നമുക്ക് താഴെ വന്നിട്ടുണ്ട്. സിങ്ക് കാര്യങ്ങളെല്ലാം അലോഡാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം മുകളിലും ക്യാബിനറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് കിച്ചണിൽ നോക്കുമ്പോഴത്തേക്കും കിച്ചണിലുള്ള വ്യൂ. അപ്പോൾ ഈ ഒരു ഒറ്റ നില വീടിൽ നമുക്ക് നല്ല മനോഹരമായ ഡിസൈനും കാര്യങ്ങളും ഇൻറ്റീരിയറും കാര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് നമുക്ക് 3 BHK ആണ്. 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ ഒരു ഭാഗത്തുള്ള ഇതാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമായിട്ട് വരുന്നത്. 12x10 റൂമിൻ്റെ ഡയമെൻഷൻ. ഈ ഒരു റൂമിലും പ്രീമിയം രീതിയിലുള്ള ടൈലും കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു വാർഡ്രോബ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പ്രൊഫൈൽ ചാനലും അതുപോലെ തന്നെ ഡെക്കറേഷനായിട്ട് വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ചെറിയ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ടൈലും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. വാൾ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്കിനി വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. 12x10 റൂമിൻ്റെ ഡയമെൻഷൻ. ഫ്ലോറിങ്ങിനായിട്ട് തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ വന്നിട്ടുള്ളത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം. 14x10 റൂമിൻ്റെ ഡയമെൻഷൻ. നല്ല വലിയ വീതിയുള്ള ഒരു റൂമാണ്. ഫ്ലോറിംഗ് എല്ലാം തന്നെ പ്രീമിയം ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പ്രൊഫൈൽ ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം ചെയ്തിരിക്കുന്നത്. 4.1 സെൻറ്റ് 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം വരുന്ന നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് നമ്മളിപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇൻറ്റീരിയർ വർക്കായാലും എക്സ്റ്റീരിയർ വർക്കായാലും ഒരേപോലെ നല്ല മനോഹരമായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾ ഈ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 49 ലക്ഷമാണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.